ഹലോ ഫ്രണ്ട്സ്, NIOS വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ് നാം ഇന്ന് ആരംഭിക്കുന്നത്. അതിൽ സ്കോപ്പ് ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ചാണ് നാം ഇന്ന് പറയുന്നത്. സ്കോപ്പ് ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? റോൾ ഓഫ് ദി സ്റ്റേറ്റ്, ഫങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ് ആൻഡ് റിലേഷൻ വിത്ത് ദി പീപ്പിൾ. റോൾ ഓഫ് ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ പങ്ക്. ഫങ്ഷൻ ഓഫ് ദി ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം. ആൻഡ് റിലേഷൻ വിത്ത് ദി പീപ്പിൾ, അതിൽ ജനങ്ങളുമായിട്ടുള്ള പങ്ക്. ഇവയെല്ലാമാണ് സ്കോപ്പ് ഓഫ് ദി പൊളിറ്റിക്കൽ സയൻസിൽ ഉൾപ്പെടുന്ന മുഖ്യമായ കാര്യങ്ങൾ. അതിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ്, the term state is, in the modern sense, was firstly used by Machiavelli, an Italian statesman. ഇറ്റാലിയൻ പൗരനായ മാക്കിയവെല്ലി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് സ്റ്റേറ്റിനെ കുറിച്ച് ആദ്യമായി നിർവചനം ഉണ്ടാക്കുന്നത്. എന്താണ് സ്റ്റേറ്റ്? സ്റ്റേറ്റിന് 4 ഘടകങ്ങളുണ്ട്. സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് 4 എലിമെൻറ്റ്സ്. 4 ഘടകങ്ങളാണ് സ്റ്റേറ്റ് ഉൾപ്പെടുന്നത്. 1 ജനങ്ങൾ, 2 ടെറിട്ടറി, 3 ഗവൺമെൻറ്, 4 പ്രധാനമായിട്ടും സോവറിൻ പവർ. അപ്പോൾ 4 കാര്യങ്ങളാണ് അതിലുൾപ്പെടുന്നത്. 1 ജനങ്ങൾ, 2 ടെറിട്ടറി, 3 ഗവൺമെൻറ്, 4 സോവറിൻ പവർ. ഈ 4 ഘടകങ്ങൾ ഉള്ളതിനെയാണ് നാം സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് early liberal thinkers also considered that the state is a necessary evil. ആദ്യകാല പണ്ഡിതന്മാർ, വിശാല മനസ്കതിയുള്ള പണ്ഡിതന്മാരുടെ ചിന്താഗതിയിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു നെസസറി ഈവിളായിരുന്നു, അത്യന്താപേക്ഷിതമായ തിന്മയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ തിന്മയെന്ന് പറയുവാനുള്ള മുഖ്യ കാരണം, സ്റ്റേറ്റ് ഈസ് എ നെസസറി ബട്ട് ഇറ്റ് ഈസ് ആൻ ഈവിൾ. ഇത് അത്യന്താപേക്ഷിതമാണ്, എന്നാൽ തിന്മയാണ്. ദ ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ ദാറ്റ്, അതിൻ്റെ മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ: ദ സ്റ്റേറ്റ് പ്രൊട്ടക്റ്റ് ദ പീപ്പിൾ ഫ്രം എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ എനിമീസ്. സ്റ്റേറ്റ് ജനങ്ങളെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ നാം നെസസറി ഈവിൾ എന്ന് പറയുന്നത്. റൈറ്റ്സ് ആർ ക്ലെയിംഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഓൺ ദി സ്റ്റേറ്റ്. സ്റ്റേറ്റിൽ നമ്മൾക്ക് എല്ലാ വ്യക്തികൾക്കും അവകാശങ്ങളുണ്ട്. നേച്ചുറൽ റൈറ്റ്സ്, ഇത് പ്രകൃതിദത്തമായിട്ടുള്ള അവകാശം. വിത്ത് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് സപ്പോസ് ടു ഹാവ് ബീൻ ബോൺ. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെയുള്ള അവകാശത്തിനെയാണ് നമ്മൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. there are, so to say, God given rights. അത് ഈശ്വരൻ നേരിട്ട് നൽകുന്ന അവകാശമാണ്. ജനിക്കുമ്പോൾ തന്നെയുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിനെയാണ് നേച്ചുറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ഓവർ, ദി ഇൻഡിവിജ്വൽ ഈസ് സപ്പോസ് ടു ഹാവ് അക്വയർഡ് ദം ഈവൻ ബിഫോർ ദി സ്റ്റേറ്റ് എക്സിസ്റ്റ്. അതായത് സ്റ്റേറ്റ് നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഓരോ വ്യക്തികളും ആ അവകാശം അവർക്ക് നിലനിർത്തി കൊടുത്തിരുന്നു. അതുകൊണ്ട് ദ സ്റ്റേറ്റ് ഹാസ് നോ റോൾ ഇൻ ക്രിയേഷൻ ഓർ ഗ്രാൻഡിങ് ദി റൈറ്റ്സ്. സ്റ്റേറ്റ് അത് ആ അവകാശം നൽകുന്നതിനോ അല്ലെങ്കിൽ എടുത്തു മാറ്റുന്നതിനോ സ്റ്റേറ്റിന് യാതൊരു ചുമതലകളുമില്ല. ഇറ്റ് കാനോട്ട് ടേക്ക് അവേ ഓർ അബ്രിഡ് ദി റൈറ്റ്സ്. ഈ അവകാശം യാതൊരു കാരണവശാലും ചുരുക്കുവാനോ മാറ്റുവാനോ സ്റ്റേറ്റിന് അവകാശമില്ല. എന്നാൽ സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സ്റ്റേറ്റ് ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ്. അതുകൊണ്ട് മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹോൾഡ് പീപ്പിൾ പവർ ആസ് എ ട്രസ്റ്റ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സ്റ്റേറ്റ്. അതുകൊണ്ട് ജനങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം നൽകി അവർ നിസ്സഹായരല്ല എന്ന് തെളിയിക്കുക. അതാണ് സ്റ്റേറ്റിൻ്റെ മുഖ്യമായിട്ടുള്ള ചുമതലകൾ. നമ്മൾക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. താങ്ക് യു.